ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. ഗുവാഹത്തിയിൽ NDA പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. കോൺഗ്രസിന് വേണ്ടി അസമിൽ റോഡ് ഷോ നടത്തി പ്രിയങ്ക ഗാന്ധി. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന ജാഗ്രത തൃപ്തികരമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നയപരമായ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രാജ്യത്തെ ദരിദ്രരുടെ താൽപര്യത്തിന് മുൻതൂക്കം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് UN ആണവ നിരീക്ഷണ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് തുടരുമെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 12 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12ഇടത്തും ഉത്തർപ്രദേശിലെ 8, മധ്യപ്രദേശിലെ 6 സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസമിലെയും 5 സീറ്റുകളിലും 19നാണ് വോട്ടെടുപ്പ്. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും താരപ്രചാരകരും ആവേശകരമായ പ്രചാരണം തുടരുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിലും പശ്ചിമബംഗാളിലും NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. അസമിലെ ഗുവാഹത്തിയിലെ പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം ഉടൻ പങ്കെടുക്കും. നാളെ ശ്രീ മോദി അസമിലെ നൽബാരിയിലും റാലിയിൽ അഭിസംബോധന ചെയ്യും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, മുതിർന്ന BJP നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിലെ ജോർഹട്ട് ജില്ലയിൽ റോഡ് ഷോ നടത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നാളെ സിൽച്ചാറിൽ പ്രചാരണം നടത്തും. അസമിലെ 14 ലോക്സഭാ സീറ്റുകളിലേക്ക് 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിലും ആവേശകരമായി തുടരുന്നു. ഈ മാസം 26നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ്. മുഖ്യമന്ത്രി മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും സംസ്ഥാനത്ത് LDF പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട്ടും വയനാട്ടിലും റോഡ് ഷോയിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്തും മട്ടന്നൂരിലും UDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും UDF പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. സ്ത്രീകളുടെ ഉന്നമനത്തിന് വൻ മുൻഗണനയെന്ന് മോദി സർക്കാർ നൽകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ K ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി 1 മാസം പിന്നിടുമ്പോൾ ചട്ടം പാലിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന ജാഗ്രതയിൽ തൃപ്തരെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങൾ. എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും തുല്യമായി പരിഗണിക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. സുതാര്യതയും തുല്യതയും നടപ്പിലാക്കുക എന്നതാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യ മാർഗനിർദ്ദേശം. മാർച്ച് 16 മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം വിവിധ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം സമാധാനപരമായി തുടരുന്നതായി കമ്മീഷൻ വിലയിരുത്തി. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ളതുൾപ്പെടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില പ്രവണതകൾ കർശനമായി നിരീക്ഷിക്കാനും ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന സ്ഥാനാർത്ഥികൾ, നേതാക്കൾ, പ്രയോഗങ്ങൾ എന്നിവ കൂടുതൽ നിരീക്ഷിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയും സ്വീകരിക്കും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് 1 മാസം പൂർത്തിയാകുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ECA തലത്തിലും സംസ്ഥാനത്തുടനീളവും ഏകദേശം 200 പരാതികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ 169 കേസുകളിൽ നടപടി സ്വീകരിച്ചതായി കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നയപരമായ ഏത് തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും രാജ്യത്തെ ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും താൽപര്യത്തിന് മുൻതൂക്കം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ത്വരിതപ്പെടുത്തുന്നതിന് ഡാറ്റ വിശകലനവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള വികസന പരിപാടികളുടെ നടപ്പാക്കലും രാഷ്ട്രത്തിന് സഹായമായതായി രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിലെ പ്രൊബേഷനേഴ്സ് ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. പുതിയ ആശയങ്ങളിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് യുവ IAS ഉദ്യോഗസ്ഥരുടെ കടമയാണെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷകരായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയായ IAEA അങ്ങേയറ്റം സംയമനം പാലിക്കണമെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി അഭ്യർത്ഥിച്ചു. സുരക്ഷാ മുൻകരുതലുകൾ മുൻനിർത്തി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടതായി അദ്ദേഹം അറിയിച്ചു. ഇസ്രായേലിന് നേരെ ഇറാൻ കഴിഞ്ഞയാഴ്ച വൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ആണവ കേന്ദ്രങ്ങൾ അടച്ചിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവ 1ാം റാങ്ക് നേടി. ഒഡീഷയിൽ നിന്നുള്ള അനിമേഷ് പ്രധാൻ 2ാം റാങ്കും തെലങ്കാന സ്വദേശി ഡൊണൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും കരസ്ഥമാക്കി. 4ാം റാങ്ക് എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ്. 2022 സിവിൽ സർവീസ് പരീക്ഷയിൽ 121ാം റാങ്ക് നേടിയ സിദ്ധാർത്ഥ് നിലവിൽ IPS പരിശീലനത്തിലാണ്. മലയാളികളായ വിഷ്ണു ശശികുമാർ 31 റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും നേടിയിട്ടുണ്ട്. UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ശ്രീലങ്കയിലേക്ക് 10,000 ടൺ ഉള്ളി കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി ഇന്ത്യ. UAEയിലേക്കും അധികമായി 10,000 ടൺ ഉള്ളി കയറ്റുമതി ചെയ്യും. നേരത്തെയുള്ള 24,400 ടണ്ണിന് പുറമെയാണിതെന്ന് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് ജാജു ഭോപ്പാലിൽ ആകാശവാണി, ദൂരദർശൻ, PIB, CBC ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഉഷ്ണതരംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. പതഞ്ജലി ആയുർവേദ കമ്പനിയുടെ കോടതിയലക്ഷ്യ കേസിൽ ഈ മാസം 23-ന് സുപ്രീം കോടതി അടുത്ത വാദം കേൾക്കും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കമ്പനിയുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പതഞ്ജലി ആയുർവേദിനെതിരെ ഹർജി നൽകിയത്. ഈ മാസം 10-ന് കേസ് പരിഗണിക്കവേ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയുടെയും സഹസ്ഥാപകൻ ബാബ രാംദേവിന്റെയും നിരുപാധിക മാപ്പപേക്ഷ സുപ്രീം കോടതി തള്ളിയിരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വിവിധ ജില്ലകളിൽ കനത്ത ചൂടിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി 7:30-ന് തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തും. തുടർന്ന് പാറമേക്കാവും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് ഇരുവിഭാഗത്തിന്റെയും വെടിക്കെട്ട് ചുമതല. 20-ന് പുലർച്ചെ 3-നാണ് പ്രധാന വെടിക്കെട്ട്. പകൽ പൂരത്തിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 456 പോയിന്റ് താഴ്ന്ന് 72,943-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 124 പോയിന്റ് നഷ്ടത്തിൽ 22,147-ൽ ക്ലോസ് ചെയ്തു. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കർണാടക സംഗീത രംഗത്തെ പ്രഗത്ഭനായ ഗായകനെയാണ് KG ജയന്റെ നിര്യാണത്തോടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡനിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. ഗുവാഹത്തിയിൽ NDA പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. കോൺഗ്രസിനു വേണ്ടി അസമിൽ റോഡ് ഷോ നടത്തി പ്രിയങ്ക ഗാന്ധി. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന ജാഗ്രത തൃപ്തികരമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നയപരമായ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രാജ്യത്തെ ദരിദ്രരുടെ താൽപര്യത്തിന് മുൻതൂക്കം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു.
ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് UN ആണവ നിരീക്ഷണ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.